സൺഡേ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ. ക്ലീനിങ്ങും റീസ്റ്റോക്കിങ് അങ്ങനത്തെ കുറച്ച് പരിപാടികൾ. രാവിലെ തന്നെ ഷെസൂനെ എണീപ്പിച്ചിട്ട് അവനെ ബ്രഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. എണീറ്റ് വന്നാൽ തന്നെ ഷെസൂനെ ബ്രഷ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പകുതി പണി തീർന്ന പോലെ ഉണ്ടോ. കാരണം അവൻ്റെ പുറകെ കൂടി അവനൊന്ന് എൻ്റെ ഭാഗത്തേക്ക് വിളിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി കയറി. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ സൺഡേ ആണ് മെയിനായിട്ടും കുറച്ച് തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റും തട്ടിക്കൂട്ട് ലഞ്ചുമാണെന്ന് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെയിനായിട്ടും ഈ ഒരു ലിസ്റ്റിലുള്ള കാര്യമാണ് ഈ അപ്പം അങ്ങനത്തെ ഐറ്റംസൊക്കെ വേഗം ഉണ്ടാക്കി കഴിയും. അങ്ങനെ തലേ ദിവസം ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ള ഗ്രോസറീസൊക്കെ അങ്ങനെ തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ അതിൻ്റേതായ പ്ലേസിൽ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ. ഈ ഒരു ബിസ്ക്കറ്റ് ഇവിടുത്തെ പഞ്ചാബീസിൻ്റെ എന്തോ മെയിൻ ഒരു ഐറ്റം ഉണ്ടോ, എന്തോ ജീരകം അങ്ങനത്തെ ഒക്കെ എന്തൊക്കെ ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് കുക്കിയാണിത്. നമ്മുടെ നാട്ടിലത്തെ പൂരപ്പൊടി ഇല്ലേ, അപ്പം അതിൻ്റെയൊക്കെ കറക്റ്റ് ടേസ്റ്റാണ് വരുന്നത് കേട്ടോ. ഇത് മെയിനായിട്ടും നട്ട്സൊക്കെ ഇട്ടിട്ട് ഞാൻ ടേബിളിൽ വയ്ക്കുന്ന ഒരു ടിന്നാണ് കേട്ടോ. അപ്പം നട്ട്സ് തീർന്നപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഈ ബിസ്ക്കറ്റ്സ് ആക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിനായിട്ടും വാങ്ങിക്കാൻ പോയ ഐറ്റംസ് ഒന്നും ഞാൻ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വാങ്ങിയ ഐറ്റംസൊക്കെ കുറച്ചൊക്കെ ഞാൻ അപ്പം തന്നെ വരുമ്പോൾ തന്നെ ശരിക്കും അറേഞ്ച് ചെയ്ത് വയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ മടിയാകും. പിന്നെ അന്നെന്ന് പറയുന്നത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി, പിന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടായി, അങ്ങനെയൊക്കെ കുറച്ച് തിരക്കായപ്പോൾ ഞാനത് ഇന്നത്തേക്ക് മാറ്റി വെച്ചതാണ്. അങ്ങനെ പരിപ്പും പിന്നെ മല്ലിപ്പൊടിയും ആയിരുന്നു മെയിനായിട്ടും എനിക്ക് മാറ്റി വയ്ക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യാണ്. നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറേ മസാല പൗഡേഴ്സൊക്കെ ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഇപ്പോൾ തീർന്നിട്ട് 2-3 മാസമായി. ആ 2-3 മാസമായിട്ടും ഞാൻ ഇവിടെ നിന്ന് വാങ്ങുന്ന പൊടികളൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് തവണ പല ബ്രാൻഡിൻ്റെയും ട്രൈ ചെയ്തിട്ടാണ് ലാസ്റ്റ് മല്ലിപ്പൊടിയിൽ ഈ ഒരു ഐറ്റം, ഈ ക്വാളിറ്റിയുടെ പാക്ക് എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലത്തെ സെയിം തന്നെ. ചിലതിനൊക്കെ ഭയങ്കര ഈ മല്ലീൻ്റെ ഒക്കെ ഭയങ്കര ഒരു കുത്തലായിരിക്കും. ശരിക്കും ഒറിജിനൽ പൗഡർ എന്ന് പറയുന്നത് അതാണ്. പക്ഷേ നമുക്ക് പെട്ടെന്ന് നാട്ടിലത്തെ ആ ഒരു ഫ്ലേവർ വന്നിട്ട് വീണ്ടും ഇവിടുത്തെ ഈ ഒരു പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടാനായിട്ട് ചാൻസ് കുറവാണ്. പക്ഷെ ഇപ്പം ഞാൻ നോക്കിയാണ് ഈ ഒരു പൗഡർ വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ട് അതിൻ്റെ പ്ലേസിലൊക്കെ അറേഞ്ച് ചെയ്തു. കുക്കിംഗ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു പരിപ്പ് കറി വയ്ക്കാം, ചോറ് ഉണ്ടാക്കാം, അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ചെയ്യുകയാണ് കേട്ടോ. ഇവിടെ വെജിറ്റബിൾ ഐറ്റംസ് ഒന്നും ആരും കഴിക്കില്ല. ഇവിടെ ഫുൾ നോൺ വെജാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്നെങ്കിൽ ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ ഇതിലേതെങ്കിലും നമ്മൾ കുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ചിക്കൻ കറി വെച്ചിട്ട് അത് ഇതിൻ്റെ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസമാണ് കഴിഞ്ഞത്. അപ്പം ഇന്നിപ്പോൾ സൺഡേ ആണ്. എനിക്ക് കുറച്ച് ഹെവി ആയിട്ട് കുറേ ഡ്യൂട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനിന്ന് ഇങ്ങനെ ഇതിലൊതുക്കിയെന്ന് മാത്രമേ ഉള്ളൂ. കിച്ചണിലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്താക്കിയിട്ട് ഞാൻ നേരെ ബെഡ്റൂമിലേക്ക് വന്നു. എനിക്ക് കുറേ വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വീക്ക്ലി ഞാൻ ചേഞ്ച് ആക്കലുണ്ട്. അപ്പോൾ അതൊക്കെ ചേഞ്ച് ആക്കിയിട്ട് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. ആഴ്ചയിൽ 2 ദിവസമാണ് ഞാനിപ്പോൾ ഇവിടെ ലോണ്ടറി യൂസ് ആക്കിയിട്ട്. ഒന്ന് നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വീക്കിലി കഴുകുന്നതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഹെവിയുള്ള ഐറ്റംസൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം, അല്ലാത്ത ദിവസം നോർമലി യൂസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഇടാനും. അങ്ങനെ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ബെഡ്ഷീറ്റ്സും ഉണ്ടായിരുന്നു, അല്ലാത്ത ഡ്രസ്സുകളും ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടു. ലേറ്റായിട്ട് തന്നെയാണ് രാവിലെ എണീക്കുന്നത് കേട്ടോ. ഉച്ചയാകുമ്പോഴേക്കുമാണ് എണീക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ പകുതി ദിവസം തീർന്നു. ഈ ലോണ്ടറി കഴിഞ്ഞു, അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കുക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ദിവസം. ചെറിയൊരു ക്ലിപ്സ് ആയിരുന്നു. എന്നാലും ഡേ ഇൻ മൈ ലൈഫ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് കാണുമ്പോഴായാലും അല്ലാണ്ടായാലും ഒക്കെ എൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യലുണ്ട്. അങ്ങനെ എൻ്റെ ലൈഫിൽ നടക്കുന്ന കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ക്ലിപ്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. രാത്രി ആയപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ കിടക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ടാറ്റാ.